ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ പോയി ടയർ സെക്കൻഡ് ടയർ വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ഈ ടയർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് വഞ്ചിക്കപ്പെടുന്നുണ്ട്. ത്രെഡ് നല്ല കട്ട ഉണ്ടാവും, ബട്ടൺ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ടയർ ഇടുകയാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങൾ വാങ്ങിക്കുന്നത് തെറ്റുണ്ടെന്നല്ല, നമ്മൾ സാമ്പത്തികം അനുസരിച്ചാണ് നമ്മൾ ടയർ വാങ്ങിക്കുക. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ടയർ വാങ്ങിക്കേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള, വഞ്ചിക്കപ്പെടാതിരിക്കണം ശ്രദ്ധിക്കുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടയറിന് 5 വർഷത്തെ ലൈഫുള്ളൂ. 5 വർഷം കഴിഞ്ഞ് നമ്മൾ ടയർ ഓടുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല. അതായത് ഇപ്പോഴത്തെ റോഡൊക്കെ അറിയാലോ, നല്ല ഹൈവേ റോഡുകൾ, നമ്മളെ റോഡൊക്കെ വളരെ റബ്ബറൈസ്ഡ് നല്ല സ്മൂത്ത് റോഡുകൾ. അപ്പോൾ എന്തായാലും പിന്നെ സ്പീഡ് 60, 70, 80, 90, 100 ടയർ പിടിക്കുക, അല്ല നമ്മുടെ വണ്ടി സ്പീഡ് പിടിക്കുക. അപ്പോൾ ഈ സ്പീഡ് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ടയർ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ നമ്മൾ ടയർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എയർ ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറിങ് എയർ ചെയ്തിട്ടുണ്ട്. എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതൊരു ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും ഇതുണ്ടല്ലേ, ഇങ്ങനെ ഒരു മാർക്ക് കാണും, ഇങ്ങനെ ഒരു മാർക്ക് കാണും കേട്ടോ. ഈ മാർക്കിൻ്റെ ഇടയിൽ YYY ഇയർ എന്നുണ്ടാവും. 11/19. അപ്പോൾ 11 മാസം 2019 ടയറിന് മാനുഫാക്ചറിങ് വരുന്നത്. അതായത് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഈ ടയറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കാത്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപയോഗം കുറവായതുകൊണ്ട് ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഈ ടയർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിന്നെ ഈ ടയർ ഉപയോഗിക്കുന്നൊരു കുഴപ്പമുണ്ടെന്നല്ല, ഒരു 60 സ്പീഡിൻ്റെ മുകളിൽ പിടിക്കാതിരിക്കുക. എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്പീഡിൽ മാത്രം ടയർ പിടിക്കുക, എന്നുള്ള വണ്ടി പിടിക്കുക. നിങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ ടയർ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എന്തായാലും 4 വർഷം 5 വർഷത്തിന് താഴോട്ടുള്ള ടയർ നോക്കുക. 5 വർഷത്തിലെ ടയറുള്ള ടയറുകൾ ഓടി തീരാൻ പറ്റും, പെട്ടെന്ന് ഓടി തീരുന്ന വണ്ടി 5 വർഷത്തിൻ്റെ ടയർ മാത്രം ഫ്രണ്ടിലേക്ക് ഇടുക. ബാക്കിലേക്ക് ഇട്ടുപെട്ട് ടയർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾഡ് ആക്കാൻ പറ്റും വണ്ടി. പക്ഷേ ഫ്രണ്ടിലെ ടയർ ഹൈ സ്പീഡിൽ പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി കുത്തി മറിയും, ഒന്നും പിന്നെ എന്ത് സംഭവിക്കാമെന്ന് പറയേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു കാര്യം ടയർ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും നോക്കണം, ഇയർ നോക്കണം. ഇയർ നോക്കാതെ നിങ്ങൾ ഒരിക്കലും ടയർ വാങ്ങരുത്. ഇയർ ബാഗ് ടയറുകളൊക്കെ ടയറിൻ്റെ ഷോപ്പിൽ നിന്ന് കിട്ടാറുണ്ട് നമുക്ക്, വില കുറച്ചിട്ട്. 2 വർഷം ബൈക്കുള്ള, 1 വർഷം ബൈക്കുള്ള, അതൊന്നും കുഴപ്പമില്ല. കാരണം നമുക്ക് 1 വർഷം കൊണ്ടൊക്കെ 2 വർഷം ഓട്ടുള്ള ആൾ 1 വർഷം 2 വർഷം കൊണ്ട് ഓടി തീർക്കുന്ന ടയറാണെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു യൂസ്ഡ് മാർക്കറ്റ് വരെ നല്ല ബട്ടണൊക്കെ നോക്കിയിട്ട് ടയർ വാങ്ങിക്കുമ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ്. നമ്മളെ ഫാമിലിയുടെ ജീവനും കൊണ്ട് പോകുന്ന വണ്ടിയാണ് വണ്ടി എന്ന് പറയുന്നത്, അല്ല വാഹനമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ നമ്മളെ പിന്നെ സേഫ്റ്റി എന്നതിൻ്റെ ടയറാണ്. ഇപ്പോഴത്തെ റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് ഹൈവേ കിട്ടി നമ്മൾ ചവിട്ടി പിടിക്കും. ഉച്ച നേരത്തൊക്കെ ആണെങ്കിൽ വണ്ടി ടയർ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് ആക്സിഡൻറ്റ് അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.